ഇവൻ റൂമിലേക്ക് പോകും വഴി ചുമരിലൊരു ഓയിൽ പെയിന്റ് കണ്ടു. കൗതുകം തോന്നിയ അവൻ അതിന്റെ അടുത്തേക്ക് പോയി. പെയിന്റ് ഇതുവരെ ഉണങ്ങിയിട്ടില്ലെന്ന് അവന് തോന്നി. അവൻ അതിൽ തൊട്ടു. പെയിന്റ് അവന്റെ കയ്യിൽ പറ്റി. പക്ഷെ വീട്ടിലെത്തി കഴുകാൻ നോക്കിയപ്പോൾ പെയിന്റ് പോകുന്നില്ലെന്ന് അവന് മനസ്സിലായി. പക്ഷെ അവനത് കാര്യമാക്കിയില്ല. പിറ്റേന്ന് ഉണർന്നപ്പോൾ തന്റെ 2 വിരലുകൾ മഞ്ഞയായി മാറിയിരിക്കുന്നതായി അവൻ കണ്ടു. വിരലുകൾ ചെവിയോട് അടുപ്പിച്ചപ്പോൾ കുരുവിയുടെ കരച്ചിൽ കേൾക്കാൻ കഴിഞ്ഞു. അവൻ റൂംമേറ്റിനോട് കാര്യം പറഞ്ഞു. പക്ഷേ അയാൾക്കൊരു ശബ്ദവും കേട്ടില്ല. അത് വെറും തോന്നലാവാം എന്നവൻ കരുതി. ഉള്ളിൽ പോയി വീണ്ടും വിരലുകൾ കഴുകി. പക്ഷെ കാര്യമുണ്ടായില്ല. പിറ്റേ ദിവസം റൂമിലെത്തിയപ്പോൾ പുറത്തൊരു ക്ലീനർ അവനെ കാത്തു നിൽക്കുന്നത് കണ്ടു. അവന്റെ മഞ്ഞ വിരലുകൾ കണ്ടപ്പോൾ വിരലുകൾ മുറിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അവൻ ഞെട്ടിപ്പോയി. പേടിച്ചു റൂമിലേക്ക് ഓടി. പിറ്റേ ദിവസം അവന്റെ കൈപ്പത്തി മുഴുവൻ മഞ്ഞയായി മാറി. കയ്യിൽ നിന്ന് കുരുവിയുടെ ശബ്ദവും കൂടി വന്നു. അവൻ തിടുക്കത്തിൽ ഒരു കത്തിയെടുത്തു. കൈ മുറിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത് ചെയ്യാൻ അവന് ധൈര്യമില്ലായിരുന്നു. അവൻ നേരെ പോയി ആ ക്ലീനറെ കണ്ടു. ക്ലീനർ അവനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. 20 വർഷം മുമ്പ് താൻ ഈ പെയിന്റിംഗ് കണ്ടിരുന്നു. അന്നും അതിലെ പെയിന്റ് ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഞാനതിൽ തൊടുക മാത്രമല്ല അതെന്റെ സഹോദരിയുടെ മുഖത്തും പുരട്ടി. പക്ഷെ പിന്നീട് പെയിന്റ് കഴുകിക്കളയാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ഞാൻ കൈപ്പത്തി മുറിച്ചു മാറ്റി. പക്ഷെ സഹോദരിയുടെ മുഖം മഞ്ഞുനിറമാകാൻ തുടങ്ങി. ഒടുവിൽ അവളെ കാണാതായി. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പെയിന്റിംഗ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. പെയിന്റിംഗിൽ അവളുടെ സഹോദരിയെ അവൾ ആകസ്മികമായി കണ്ടു. അവൻ പെട്ടെന്ന് പെയിന്റിംഗ് നശിപ്പിക്കാൻ ശ്രമിച്ചു. ക്ലീനർ അവനെ തടഞ്ഞു. പക്ഷെ അവളുടെ തലയിൽ അബദ്ധത്തിൽ പെയിന്റ് പുരണ്ടു. അവൻ പെട്ടെന്ന് ഓടിപ്പോയി. കുരുവികളുടെ ശബ്ദം കൂടുതൽ മൂർച്ചയുള്ളതായി മാറുന്നതായി അവന് തോന്നി. അവന്റെ കൈ മുഴുവൻ മഞ്ഞയായി മാറി. അവന് ചുറ്റുമുള്ള കാഴ്ച പെയിന്റിംഗിലെ പോലെ തന്നെയായിരുന്നു. പെട്ടെന്ന് അവൻ ക്ലീനറുടെ സഹോദരിയെ കണ്ടു. അവളെ പിന്തുടർന്നു. പക്ഷെ അവൾ അപ്രത്യക്ഷയായി. ശബ്ദം വീണ്ടും കനക്കാൻ തുടങ്ങി. അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ തന്റെ കൈ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. അതേസമയം റൂംമേറ്റ് അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. അയാൾ ആ വിചിത്രമായ ഓയിൽ പെയിന്റിംഗും കണ്ടു. അതിലൊരു പുരുഷനെ പോലുള്ള ഒരു രൂപം കണ്ടു. ആ രൂപത്തിന്റെ ഒരു കൈ മാത്രം മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. അയാൾ കൗതുകത്താൽ അതിൽ തൊട്ടു. പെയിന്റിംഗിൽ അവന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു.